സ്വന്തം കുടുംബത്തിൽ പോലും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ഓരോ മക്കളും വളർന്നു വരുന്നത്. അപ്പം നമ്മളെ കുഞ്ഞുങ്ങൾ സ്വന്തം അമ്മയുടെ അടുത്ത് പോലും ആ ഒരു കുഞ്ഞിന് സമാധാനവും സ്വസ്ഥതയോ ഒന്നുമില്ല, ഒരു സ്നേഹം പോലും കിട്ടാത്ത ആ ഒരു കുഞ്ഞിനെയാണ് ഈ ഒരു സ്ത്രീ ഈ പുഴയിലേക്ക് എറിഞ്ഞിട്ട് നിസ്സാരമായിട്ട് വീട്ടിലേക്ക് കയറി വന്നതും ഒരു കുറ്റബോധമില്ലാണ്ട് ഉണ്ടും ഉറങ്ങിയും ആ ഒരു സ്റ്റേഷനകത്ത് കിടന്നതും. അപ്പോൾ ഇപ്പോൾ പുതിയൊരു അറിവും കൂടെ വന്നിരിക്കുകയാണ്. ആ കുട്ടി പീഡനത്തിന് ഇരയായിരിക്കുന്നു എന്നൊരു ഡൗട്ടും കൂടി ഡോക്ടർമാർ പറയുകയുണ്ടായി. എന്തായാലും ഇന്നലത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഡോക്ടർമാർക്ക് സംശയം തോന്നിയിട്ടാണ് ഡോക്ടർമാർ ഇങ്ങനെ ഒരു കാര്യം പറയുകയുണ്ടായത്. എന്തായാലും കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് തന്നെ പറയാം. നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ആ ഒരു കാര്യം കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ 2.5 വയസ്സ്, ഈ 3.5 വയസ്സ് എന്നൊക്കെ പറയുന്ന കുട്ടികളെ ഇങ്ങനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഇങ്ങനത്തെ നാറികൾ ഇവിടെ എവിടെയാണ് കിടക്കുന്നതെന്നാണ് അറിയാൻ പറ്റുക. ഇവനെയൊക്കെ സൗദിയിലെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കണം. കാരണം വെച്ചാൽ അത്രയ്ക്ക് മോശപ്പെട്ടാണ് ആ ഒരു സ്ത്രീ ആ കുഞ്ഞിനെ പുഴയിലിറങ്ങി കൊന്ന ആ ഒരു സ്ത്രീയാണ്. നല്ല തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നെഞ്ച് പൊട്ടുവാണ്. എനിക്ക് ആ ഒരു ഇപ്പോഴും ആ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് നോക്കിയിട്ടും എനിക്ക് എന്തു പറയണമെന്ന് സത്യം പറയാൻ അറിയത്തില്ല. ഇതുപോലെ തന്നെ ആയിരിക്കും ഈ ലോകത്തുള്ള ഓരോ അമ്മമാർക്കാണെങ്കിലും ഓരോ പെൺകുട്ടികൾക്കാണെങ്കിലും ഓരോ വ്യക്തികൾക്കാണെങ്കിലും ഈ ഒരു കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ തോന്നത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ആ നേഴ്സറിയിലിരുന്ന ആ ഒരു പാട്ട് പാടുന്ന ആ കുഞ്ഞിനെ എങ്ങനെ ആ ഒരു സ്ത്രീക്ക് ഇങ്ങനെ തോന്നി? ഈ സ്ത്രീ കാരണം തന്നെയാണോ ഇനി തൊട്ടടുത്ത് വീട്ടിലിരിക്കുന്ന ബന്ധു ആ കുട്ടി ഉപദ്രവിച്ചിരുന്നത്? എന്തായാലും കുട്ടിയുടെ ദേഹത്ത് കുറേ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പാടുകൾ കണ്ടതിനെ തുടർന്ന് ഡൗട്ട് തോന്നിയിട്ടാണ് ആ ഒരു ഡോക്ടർമാർ ഇങ്ങനെ ഒരു കാര്യം പറയുകയുണ്ടായത്. അപ്പോൾ എന്തായാലും ഒരു പിതാവിൻ്റെ അടുത്ത ബന്ധുവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കസ്റ്റഡിയിൽ വച്ചേക്കുവാണ്. എന്താണെന്ന് ഇനി പതിയെ പോകും പറയും. എന്തായാലും അതുമാത്രമല്ല, ഈ അച്ഛൻ്റെ സഹോദരനെയാണ് ഈ പോലീസ് കസ്റ്റഡിയിൽ വച്ചേക്കുന്നത്. ഇവർ പുറത്തുള്ളൊരു വ്യക്തിയല്ല, സ്വന്തം വീട്ടിനകത്ത് ആ കുഞ്ഞ് വളരുന്ന ആ ഒരു വീട്ടിനകത്തുള്ള സ്വന്തം പിതാവിൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും ആളെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. എന്താണ് ഇനി വരുന്ന വിവരങ്ങളെന്ന് വെച്ചാൽ ഇനി ആളെ ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഒരു പെൺകുഞ്ഞിന് സമാധാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയായിരിക്കും ആ കുഞ്ഞ് കടന്നു പോയി. ആ കുഞ്ഞ് ആരോടും ഇനി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇനി ആ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇനി അറിയത്തില്ല. ആ കുഞ്ഞിന് സ്വന്തം വീട്ടിൽ പോലും സുരക്ഷയില്ല, മറ്റുള്ളവരടുത്തും സുരക്ഷയില്ല. സ്വന്തം അമ്മയുടെ അടുത്ത് നമ്മളെല്ലാവരും വിചാരിക്കും നമ്മുടെ അമ്മമാരാണ് ഏറ്റവും വലിയ ഒരു സുരക്ഷ നമുക്ക് തരുന്നതെന്ന് വിചാരിക്കുന്ന ആ ഒരു അമ്മയുടെ അടുത്ത് പോലും ആ ഒരു കുഞ്ഞിന് സുരക്ഷയില്ലാത്തൊരു ഇതിലാണ് ആ കുഞ്ഞ് പോയിക്കുന്നത്. സത്യം പറഞ്ഞാൽ വേറെ ആർക്കെങ്കിലും ആ കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊന്നു പോലെ നോക്കിയാൽ അത്രയ്ക്കും പൊന്നുപോലെ നോക്കിയാൽ. ഇപ്പോൾ ആർക്കാണ് കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലാത്തത്? ഈ കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലാത്ത സ്ത്രീകളെന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട ക്രൂരമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും. പക്ഷേ ആ ഒരു 4 വയസ്സുകാരി കുഞ്ഞും പുഴയിൽ എറിഞ്ഞെന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല. ആ സ്ത്രീ എങ്ങനെ ആ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ഇടാൻ ആ സ്ത്രീക്ക് എങ്ങനെ മനസ്സ് തോന്നി? അവരൊരു പ്രസവിച്ചൊരു സ്ത്രീ തന്നെയാണോ? അവരൊരു അമ്മ തന്നെയാണ്. അവരുടെ ആ ഒരു മാതൃസ്നേഹം ആ കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര നാൾ കൊണ്ട് ആ കുഞ്ഞ് ജനിച്ച് ഇത്ര നാൾ കൊണ്ട് ആ കുഞ്ഞിനെ അടിക്കുന്നുണ്ടായിരിക്കും, ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട്. അപ്പോൾ ആ കുഞ്ഞ് എന്തുമാത്രം വേദന ആ കുഞ്ഞ് സഹിച്ചിട്ടുണ്ടായിരിക്കാം. ഈ മരിക്കുന്നതിന് തൊട്ട് മുന്നേ അവർ ആ കുഞ്ഞ് വേദന സഹിച്ചിട്ടുണ്ട്. ഒന്നും അറിയാതെ ആ ഒരു അമ്മയെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സ്ത്രീയുടെ ആ വിഷം ചീറ്റുന്ന ആ ഒരു സ്ത്രീയുടെ ഇടുപ്പിൽ എടുത്തു വെച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു സങ്കടം. എന്നിട്ടും ഞാനും മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ആ കുഞ്ഞിനൊന്നും വരരുതേ എന്ന് പറയും. കാരണം ആ ഒരു കുഞ്ഞിന് തിരിച്ച് കിട്ടിയാൽ ആ ഒരു അച്ഛനാണെങ്കിലും സങ്കടവും, അച്ഛനാണെങ്കിലും സമാധാനം, അതിൻ്റെ ഒരു ജീവനോട് കുറച്ച് ജീവൻ്റെ തുടിപ്പുണ്ടായിരുന്നെങ്കിൽ കൂടി ആ ഒരു സങ്കടം ഇല്ലാണ്ടായേനെ. പക്ഷേ അതുപോലും ഇല്ലാണ്ട് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞ ആ ഒരു സ്ത്രീയെ, നിങ്ങളൊന്നൊരു സ്ത്രീയല്ല, പിശാചാണ്, പിശാചിന് പോലും ചില നേരം ഇങ്ങനത്തെ കാട്ടി നല്ല മനസ്സുണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. ആദ്യമൊന്നും കേവലം കെട്ട വൃത്തികെട്ട സാധനമാണ് ഈ ഒരു സ്ത്രീയും. ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി ആളുടെ മുഖം കാണിക്കണം, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, ആളുടെ മുഖം. എന്നിട്ട് ഇവനെയൊക്കെ നാട്ടുകാരുടെ മുന്നിൽ ഈ സ്ത്രീയെയും ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ള ആളെയും ഈ നാട്ടുകാരുടെ മുന്നിലേക്ക് വിടുക. നാട്ടുകാരെല്ലാവരും കൂടി ചെയ്യുമ്പോഴത്തേക്ക് മാത്രം ഒരു കുറ്റം വരത്തില്ല, ഒരാൾ ചെയ്യുമ്പോഴാണല്ലോ ആ ഒരു തെറ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഈ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇവളേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നാട്ടുകാർ തന്നെ ചെയ്തോളും. എല്ലാവരും കൂടി ചെയ്യുമ്പോൾ എല്ലാവർക്കും കൂടി അതിൻ്റെ പങ്കെടുത്തുള്ളൂ. എന്തായാലും എല്ലാവരും ജയിലിൽ കൊണ്ടിടാൻ പോകില്ല, കാരണം നാട്ടുകാർ തല്ലിക്കൊന്നു, അത്രയേ ഉള്ളൂ. വേറെ അതിലൊന്നും വരാൻ പോകില്ല. അല്ലാണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളെയും ഇങ്ങനെ കുറ്റം ചെയ്യുന്നവനെയൊക്കെ ഈ ജയിലിനകത്ത് കൊണ്ടിട്ട് ഈ സർക്കാരിൻ്റെ പൈസയും ചിലവാക്കി, പാവപ്പെട്ടവൻ്റെ പൈസയും ചിലവാക്കി ഇതിനെയൊക്കെ തീറ്റിപ്പോറ്റുന്നതിനെക്കാട്ടിലും അങ്ങ് തൂക്കുകയറോ വധശിക്ഷയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തങ്ങ് തിരിച്ചങ്ങ് വിടുക. ഇനി ജീവിക്കാനുള്ള അർഹത ഈ ഭൂമിയിലില്ല, ആ രണ്ടെണ്ണത്തിനുമില്ല. ഇനിയിപ്പം ഈ തെറ്റ് ചെയ്യാൻ ആരൊക്കെ കൂട്ട് നിന്നിട്ടുണ്ടോ അതിനൊക്കെ ആർക്കും ഈ ലോകത്ത് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അർഹതയില്ല, അങ്ങനെ തന്നെ പറയാം.
എന്തായാലും വളരെയധികം വിഷമത്തോടെ എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് അത് ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തുവാ അറിയാം, നമുക്കൊന്നും പറ്റുന്നില്ല. ആ ഒരു കുഞ്ഞ്, ആ ഒരു 3.5 വയസ്സേ ആയിട്ടുള്ളൂ. എത്ര നാളാണ് ജീവിക്കാനുള്ള ആ ഒരു കുഞ്ഞിനാണ് തോന്നില്ല. ഈ കാലഘട്ടം ഈ രീതിയിൽ തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക. ഇതിലൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമം മാറണം. ഇവിടുത്തെ നിയമത്തിന് പേടിയുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യാണ്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ നിയമം മാറ്റുക, അത്രയേ ഉള്ളൂ. ഇനി അതിനപ്പുറം വേറെ ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ നിയമം മാറാണ്ട് ഇവിടെ ചെയ്യുന്ന തെറ്റുകൾ കുറയുമെന്ന് തോന്നുന്നില്ല. കാരണം തെറ്റുകൾ കൂടിക്കൂടി ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരുന്നല്ലാണ്ട് കുറയുന്നില്ല. അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. പാവ പിഞ്ച് കുഞ്ഞ് എന്ത് പാപം ചെയ്തിട്ടാണോ അതിൻ്റെ ആ ഒരു ഫോട്ടോ കാണുന്തോറും നമ്മുടെ നെഞ്ചിനകത്താണൊരു എന്തു പറയുക, നമുക്കൊന്നും ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല. അത്രയ്ക്കുള്ളൊരു സാഹചര്യത്തിലോട്ട് പോവുകയാണ്. ഈ സ്ത്രീയുടെ അമ്മ ഇതുപോലെ കൊണ്ട് പുഴയിലിറങ്ങിയെങ്കിൽ ആ സ്ത്രീ ഇന്ന് കാണുമായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ചിന്തിക്കാത്ത എന്തേ, ഞാൻ ഈ വഴിയല്ലേ വന്നത്, എൻ്റെ അമ്മേനെ കഷ്ടപ്പെട്ടല്ലേ വളർത്തിയത്, അപ്പം ഞാനും എൻ്റെ കുഞ്ഞിനെ കഷ്ടപ്പെട്ടല്ലേ വളർത്തേണ്ടതാണല്ലോ. അപ്പോൾ ആ സ്ത്രീ മനഃപൂർവ്വം ചെയ്തതല്ലേ ഈ ഒരു തെറ്റ്. ആ കുഞ്ഞിനെ എങ്ങനെ തോന്നി ആ സ്ത്രീക്ക് ആ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി നഴ്സറിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്, അതിനെ കൊണ്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നുണ്ട്, അതിന് നേരെ കൊണ്ട് പുഴയിലെറിയുന്നുണ്ട്, നേരെ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ ജനങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഈ 2 വ്യക്തികൾ, കുഞ്ഞിനെ ഉപദ്രവിച്ചെന്ന് പറയുന്ന ആളെയും ഈ ചെയ്യാൻ കൂട്ടുനിന്ന ആളെയും ഈ സ്ത്രീയെയും ഒക്കെ നാട്ടുകാരുടെ മുന്നിലേക്ക് അങ്ങോട്ട് ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് ഇട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ ഒരു വേദന ഇവർ 2 പേരും അറിയണം. ആരാണ് ചെയ്തിട്ടുണ്ടെന്നാൽ ഇനി ഇതിനപ്പുറം കൂടുതൽ ആൾക്കാരുണ്ടോ അവരെല്ലാവരും ഈ ഒരു വേദന അറിയണം. അത് അറിയ തന്നെ വേണം.